കോൺഗ്രസ് നേതൃത്വത്തിന്റെ നടപടികളിൽ അതൃപ്തി പരസ്യമാക്കി ശശി തരൂർ. നിലമ്പൂരിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാതിരുന്നതെന്നും തരൂർ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. വയനാട്ടിൽ പ്രിയങ്കയ്ക്കായി പ്രചരണത്തിന് ക്ഷണിച്ചിരുന്നു. ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നത് സത്യമാണ്. ഈ വിഷയം വോട്ടെടുപ്പിന് ശേഷം വിശദമായി സംസാരിക്കാമെന്നും തരൂർ വ്യക്തമാക്കി. കേരളത്തിൽ എത്തിയപ്പോഴും ഒരു മെസ്സേജ് പോലും കിട്ടിയില്ല. ആര്യാടൻ ഷൗക്കത്തുമായുള്ള ബന്ധത്തെക്കുറിച്ചും ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. തന്നെ ആരും ആവശ്യപ്പെട്ടില്ല. താനില്ലാതെ തന്നെ നിലമ്പൂർ ജയിക്കട്ടെ. തിരുവനന്തപുരത്തെ ചില നേതാക്കൾ നിലമ്പൂരിൽ നേരിട്ടെത്തി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അതിനുള്ള ഫലം കിട്ടട്ടെയെന്നും പറഞ്ഞ തരൂർ നേരിട്ട് ഇതിനെക്കുറിച്ച് പറയുവാനുള്ള സമയമാകുമ്പോൾ സംസാരിക്കാമെന്നും പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വവുമായി വിയോജിപ്പും ശശി തരൂർ പരസ്യമായി വ്യക്തമാക്കി. ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് ശശി തരൂർ പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ പാർട്ടിയോടും പാർട്ടി പ്രവർത്തകരോടുമെല്ലാം സൗഹൃദപരമായാണ് മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BJP-യിലേക്ക് പോകുന്നു എന്ന അഭ്യൂഹം കോൺഗ്രസ് തള്ളി. താൻ കോൺഗ്രസ് പാർട്ടിയിലെ ഒരംഗമാണ്, എവിടേക്കും പോകുന്നില്ല. ഒരു ചുമതല ഏറ്റെടുത്താൽ അതിൽ ആത്മവിശ്വാസത്തോടെയും ഉത്തരവാദിത്വത്തോടെയും പ്രവർത്തിക്കണം. തന്റെ ലൈൻ മാറിയിട്ടില്ല. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഭാഗമായി മാത്രമായിരുന്നു. രാജ്യവിഷയങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയം നോക്കാറില്ല. രാജ്യത്തിന്റെ താൽപര്യങ്ങളാണ് നോക്കുക. ഭാരത പൗരൻ എന്ന നിലയിൽ അതിന്റെ കടമയാണെന്നും ശശി തരൂർ വ്യക്തമാക്കി. ഭാരതീയൻ എന്ന നിലയിലുള്ള എന്റെ സ്വന്തം അഭിപ്രായങ്ങളാണ് പറഞ്ഞതെന്നും തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു.